നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എത്ര ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചുപോയി, അവരെ മരണാനന്തര ക്രിയകൾ നമ്മൾ ചെയ്തു. പക്ഷേ നമുക്ക് പേടി തോന്നിയോ? എനിക്കും നാളെ ഇതുപോലെ മരിക്കുമെന്ന പേടി തോന്നിയോ? മരിച്ചാലെന്താ, മരിക്കുമ്പോഴെന്താ, നമുക്ക് കൃത്യമായ വല്ല പേടിയുണ്ടോ? ഞാനും നിങ്ങളും മരണത്തെ പേടിക്കുന്നത് എങ്ങനെയാണ്? അല്ലാ, മരിക്കുമ്പോൾ എന്റെ സുഖങ്ങളൊക്കെ തീരുമല്ലോ, സുഖലോലുപതയോടുകൂടുള്ള ജീവിതം അവസാനിക്കുമല്ലോ, ഈ പാടമുള്ള വീട് വിട്ടു പിരിയേണ്ടി വരുമല്ലോ, എന്റെ ഭാര്യ മക്കളെ വിട്ടു പിരിയേണ്ടി വരുമല്ലോ. ഇതൊരു പേടിയല്ലാതെ മരണത്തെ കുറിച്ച് പേടിയുണ്ടോ? സുബ്ഹാനല്ലാഹ്, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ആഖിർ സമാനിലെ മക്കളെ, ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുന്നതിനല്ലേ മരണമെന്ന് പറയുന്നത്? ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അനുഭവപ്പെടുന്നത് എന്നറിഞ്ഞിട്ടുണ്ടോ? മരിച്ചവരാരും ഇന്ന് വരെ തിരിച്ചു വരാത്തത് കൊണ്ട്, അവര് നമുക്ക് പറഞ്ഞു തരാത്തത് കൊണ്ട് അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ മുത്തുനബി പറഞ്ഞതറിയുമോ? സുബ്ഹാനല്ലാഹ്, ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വസ്തുക്കൾ അവനവന്റെ കയ്യിലുണ്ട്. ഞാനും നിങ്ങളും പറയും, ഞാനൊരു പാവമാണ്, റബ്ബ് എനിക്കൊന്നും തന്നില്ല, എനിക്ക് റബ്ബെന്നെ പാവമായി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന മനുഷ്യ, നിന്റെ ശരീരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ മോനെ, നിനക്ക് രണ്ട് കണ്ണില്ലയോ? കാഴ്ചക്കൊരു കണ്ണ് പോരെയോ? ഒരു കണ്ണ് രണ്ട് കണ്ണ് സൗന്ദര്യത്തിനാണ്. ഒരു കണ്ണിന് മാത്രം കാഴ്ചയുള്ളവർ എല്ലാ കാര്യങ്ങളും നടത്തുന്നില്ലേ? അവർക്ക് എന്തെങ്കിലും വൈകല്യം അനുഭവപ്പെടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കാഴ്ചക്കൊന്നു മതി ഈ കണ്ണ്, പക്ഷേ രണ്ട് കണ്ണും നല്ല സൗന്ദര്യത്തിന് നൽകിയതാ. ഞാൻ ചോദിക്കുന്ന, ഒരു കണ്ണ് നീ വിൽക്കുമോ? 10 ലക്ഷം തരാം, 15 ലക്ഷം തരാം, നിന്റെ ഒരു കണ്ണ് നീ വിൽക്കുമോ? നിന്റെ രണ്ട് കിഡ്നിയുടെ വില നീ അറിയുമോ? സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബ് എത്ര വിലപിടിപ്പുള്ള അവയവങ്ങളാണ് നമുക്ക് നൽകിയത്. മോനെ, നിനക്ക് രണ്ട് കിഡ്നിയുണ്ട്. ഈ രണ്ട് കിഡ്നിയിൽ ഒരു കിഡ്നി മുഴുവനും വീക്കായി, രണ്ടാമത്തെ കിഡ്നിയുടെ 80% വീക്കായി, 20% മാത്രം പ്രവർത്തിക്കുന്നേ ഉള്ളൂ. അത്തരം ആളുകളും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ലേ? ആരോഗ്യത്തോടുകൂടി നടക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി തികച്ചു വേണ്ട നിനക്കിവിടെ ജീവിക്കാൻ. നിന്റെ ഒരു കിഡ്നി വിൽക്കുമോ? 20 ലക്ഷം തരാ. നിന്റെ വാൾവ് വിൽക്കുമോ? 24 മണിക്കൂറും മിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കൽബ്. മോനെ ചെറുപ്പക്കാരാ, നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, നോമ്പെടുത്തില്ലെങ്കിൽ എന്താ, വയത് കേട്ടില്ലെങ്കിൽ എന്താ, എങ്ങനെ ജീവിച്ചാൽ എന്താ എന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിം യുവാവിനോട് എനിക്ക് അങ്ങനെ കഴിയും, ഇങ്ങനെ കഴിയും, ഇത്ര തവണ മണിക്കൂർ കണക്കിന് വാഹനം ഓടിക്കാൻ എന്നെ കൊണ്ട് പറ്റും, എന്തെല്ലാം ഇത്ര കിൻഡൽ കണക്കിന് ചുമടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും, ആരെയും തൊഴിക്കാൻ എന്നെ കൊണ്ട് പറ്റും, ആരുമായിട്ട് മൽപ്പിടുത്തത്തിന് എനിക്ക് പറ്റും എന്ന് ഹുങ്കാരം മുഴക്കുന്ന ചെറുപ്പക്കാരാ, ഞാൻ ചോദിക്കുന്നു, നീ ഇന്ന് രാത്രി നീ വീട്ടിൽ ചെന്നിട്ട് നീ ഒതുവെടുത്തിട്ട് നീ കിടക്കാൻ വേണ്ടിയിട്ടൊരുങ്ങുമ്പോൾ നിന്റെ ബെഡിൽ നീ ഇരുന്നിട്ടോ കിടന്നിട്ടോ നിന്റെ വലത്തെ കൈ കൊണ്ട് ഇടത്തു ഭാഗത്തെ നെഞ്ഞത്തേക്കൊന്ന് അമർത്തി വെച്ചിട്ട് നിന്റെ ആ ഹൃദയത്തിന്റെ മിടിപ്പൊന്ന് ശ്രദ്ധിക്കുമോ? നിന്റെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ടിക് ടിക് എന്ന് പറഞ്ഞുകൊണ്ട് അത് മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ കെട്ടിയിരിക്കുന്ന ഇടത്തെ കയ്യിൽ കെട്ടിയ വാച്ചിന്റെ സെക്കൻഡ് സൂചിയിലേക്കൊന്ന് ശ്രദ്ധിച്ചാളോ? 1 മിനിറ്റ് തികയുമ്പോൾ എത്ര തവണ നിന്റെ കൽബ് മിടിക്കുന്നുണ്ട്? ഏകദേശം 72ന്റെ 82ന് ഇടയിലായിട്ട് മിടിക്കുന്നുണ്ട്. 1 മിനിറ്റ് സമയത്തില് 72 തവണ നിന്റെ കൽബ് മിടിച്ചില്ലെങ്കിൽ നിനക്ക് കാര്യമായിട്ട് കംപ്ലൈന്റ് ഉണ്ട്. നാളെ തന്നെ ഏതെങ്കിലും ഡോക്ടറെ നീ ചെന്നു കാണണം, വിദഗ്ധമായ ചികിത്സ നീ തേടണം. അങ്ങനെ
ചികിത്സിച്ചു കൊണ്ടിരിക്കണം. 1 മിനിറ്റ് സമയത്തിൽ 82നേക്കാൾ കൂടുതൽ തവണയാണ് നിന്റെ കൽബ് ഇങ്ങനെ മിടിക്കുന്നതെങ്കിൽ അപ്പോഴും നിന്റെ ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്. നീ ഒരു ഹൃദ്രോഗിയാണെന്ന് വരും. ഒരുപക്ഷെ നിനക്ക് ബൈപ്പാസ് ചെയ്യേണ്ടി വരും, ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ചികിത്സ നീ നടത്തേണ്ടി വരും. അതേ സമയത്ത് കൃത്യമായി 72 82 ഇടയിലായിട്ടാ നിന്റെ കൽബ് മിടിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നു മോനെ, നീ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് ഉണ്ടല്ലോ, ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറുണ്ടല്ലോ, ഈ കാറിന്റെയും ബൈക്കിന്റെ എഞ്ചിനും ഈ രൂപത്തിൽ മിടിക്കുന്നുണ്ട്. നീ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിക്കുമ്പോൾ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ ബൈക്കോ നിന്റെ കാറോ അതൊക്കെ ഷെഡിലോ മറ്റോ കൊണ്ടുപോയി അത് ഓഫാക്കി വെച്ചാൽ പിന്നെ മിടിക്കുന്നില്ല. നീയാകുന്ന വാഹനത്തെ നിന്റെ ബെഡിൽ കൊണ്ടുപോയി നിന്റെ കയ്യും കാലും കണ്ണും കാതും എല്ലാം ശാന്തമായി നീ കിടന്നുറങ്ങുമ്പോഴും നിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് നിൽക്കുന്നില്ല. എപ്പോഴാണോ നിന്റെ മിടിപ്പ് നിൽക്കുന്നത് അപ്പോ നീ മയ്യിത്തായിട്ടുണ്ട് മനുഷ്യ, നീ മരിച്ചു പോയിട്ടുണ്ടാകും. നിന്റെ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാവും, നിന്റെ കണ്ണുകളുടെ പ്രവർത്തനം നിലച്ചിട്ടുണ്ടാവും. നിന്റെ കണ്ണി പിന്നെ ഒന്നിനും കൊള്ളില്ല, ലക്ഷക്കണക്കിന് വില പിടിപ്പുള്ള കിഡ്നി പിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്റെ ഈ അവയവങ്ങൾ പിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്റെ ഈ സൗന്ദര്യം കൊണ്ട് പിന്നെ പ്രയോജനമില്ല, നിന്റെ നല്ല ശേഷിയുള്ള മസിൽ പവറുള്ള മസിൽ കൊണ്ട് നിന്റെ ഈ ശരീരം കൊണ്ടൊരു പ്രയോജനവുമില്ല. അതിനൊക്കെ ഈ കൽബ് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ചോദിക്കുന്നു മുസ്ലിമേ, നിന്റെ കാറോ നിന്റെ ബൈക്കോ ഈ രൂപത്തിൽ മിടിക്കണമെങ്കിൽ എത്രയാ ഇന്ധനം നിറയ്ക്കേണ്ടത്? അല്ലാഹ്, എത്ര ഇന്ധനം അതിൽ നിറയ്ക്കേണ്ടതുണ്ട്. അതേ സമയത്ത് നിന്റെ കൽബാകുന്ന നിന്റെ ഈ ഹാർട്ട് ഈ രൂപത്തിൽ മിടിക്ക്. നിന്റെ കാറിലും ബൈക്കിലും ഒഴിച്ചു കൊടുക്കുന്ന പെട്രോളിന്റെ ഡീസലിന്റെ അളവ് മതിയാകുമോ നിന്റെ കൽബിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന രക്തം പോരെ? 24 മണിക്കൂറും ഇടതടവില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കൽബ് ഈ രൂപത്തിൽ മിടിക്ക്. ഒരു ദിവസം 24 മണിക്കൂറിൽ 200 ചില്ലാനം ലിറ്റർ രക്തം നിന്റെ കൽബിലേക്ക് പമ്പ് ചെയ്യേണ്ടതുണ്ട്. 209ഓളം ലിറ്റർ രക്തം നിന്റെ കൽബിലേക്ക് ശരാശരി പമ്പ് ചെയ്തെങ്കിലേ നിന്റെ ഈ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നിന്റെ ശരീരത്തിലെ മൊത്തം രക്തം മൊത്തം ഊറ്റി വാർത്തൊന്ന് അളന്ന് നോക്കിയാൽ 5-6 ലിറ്റർ രക്തമേ കാണൂ. ബാക്കിയുള്ളത് എങ്ങനെയാ പടച്ച റബ്ബ് നികത്തുന്നത്? എങ്ങനെയാ പരിഹരിക്കുന്നത്? ബുദ്ധിയുണ്ടോ ചെറുപ്പക്കാരാ? ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? അല്ലാഹു എങ്ങനെയാ നികത്തിയത് എന്നറിയുമോ? നിന്റെ ഈ ഹാർട്ടിന്റെ പിറകിലായിട്ട് പയറ്റിന്റെ കുരുപോലെ 2 കിഡ്നി അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. സിരകളാണ്. ഈ വിശാലമാകുന്ന ഭൂമി 1-2 തവണ ചുറ്റാൻ മാത്രം വലിപ്പമുള്ള സിരകൾ നിന്റെ ഈ കിഡ്നിക്കകത്തുണ്ട്. ആ കിഡ്നിയിൽ കൂടി ഈ രക്തം രണ്ടാനാ നിന്റെ ശരീരത്തിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രക്തത്തെ വീണ്ടും ശുദ്ധീകരിച്ചിട്ട് ഈ ഹാർട്ടിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാ. ബുദ്ധിയുണ്ടോ ഞാൻ ചോദിക്കട്ടെ മോനെ? നിന്റെ ബൈക്കും നിന്റെ കാറും ഒക്കെ 1,00,000 കിലോമീറ്റർ ഓടുമ്പോ, അല്ലെങ്കിൽ 5, 8, 4, 5 വർഷങ്ങൾ ഓടുമ്പോ എത്ര തവണ അതിന്റെ എഞ്ചിൻ പടിയെടുക്കേണ്ടി വരും? എത്ര തവണ സർവീസ് നടത്തേണ്ടി വരും? എത്ര തവണ റിപ്പയർ ചെയ്യേണ്ടി വരും? അതിന്റെ പാർട്സുകൾ മാറ്റി കൊടുക്കേണ്ടി വരും. അതേ സമയത്ത് 35, 50, 60, 70 കൊല്ലമായിട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് എഞ്ചിൻ പണിയെടുത്തിട്ടുണ്ടോ? നിങ്ങളെ ഹാർട്ടിന് കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? നിങ്ങളെ കിഡ്നിയിൽ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഫിൽട്ടർ ഇന്ന് വരെ മാറ്റിക്കൊടുത്തിട്ടുണ്ടോ? ഇതെന്തൊരത്ഭുതമാ! ഇതെല്ലാം പ്രവർത്തിക്കുവോ? നിന്റെ ശരീരത്തിൽ ആത്മാവ് വേണം. ഈ ആത്മാവ് എപ്പോഴാണോ നിന്റെ ശരീരത്തിൽ നിന്ന് പിരിയുന്നത് അതോടുകൂടി പ്രവർത്തനങ്ങൾ മുഴുവനും നിലച്ചുപോയി. ഈ പ്രവർത്തനങ്ങൾ മുഴുവനും നിശ്ചലമായി. നിന്റെ കിഡ്നി പിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്റെ വാൾവ് ഒന്നിനും കൊള്ളില്ല, നിന്റെ കണ്ണും നിന്നും കൊള്ളില്ല, ഈ ശരീരം പിന്നെ ഒന്നിനും കൊള്ളില്ല. എത്ര വിലപിടിപ്പുള്ള ബുദ്ധിയുള്ള വിവര
വിവരമുള്ള സാങ്കേതിക വിദ്യാഭ്യാസമുള്ള എല്ലാ അർത്ഥത്തിലും പേരും പെരുമയുമുള്ള നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഡെഡ് ബോഡി പിന്നെ നിനക്ക് വേണ്ട, നിന്റെ ഉപ്പാക്ക് നിന്നെ വേണ്ട, നിന്റെ ഭാര്യക്ക് നിന്നെ വേണ്ട, നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട. നിന്റെ സൗന്ദര്യം കൊണ്ട് കാര്യമില്ല, നിന്റെ മെസ്സിൽ പവർ കൊണ്ട് കാര്യമില്ല, നീ എത്ര താരമായിട്ട് കാര്യമില്ല, എത്ര സ്ഥാനമുള്ളവനായിട്ട് കാര്യമില്ല. ഈ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതോടുകൂടി നീ ആർക്കും വേണ്ടാത്തവനായി തീർന്നു, ആർക്കും വേണ്ടാത്തവളായി തീർന്നു. മണിക്കൂർ പോലും നിന്റെ സമീപത്ത് കിടക്കാൻ നിന്റെ ഭാര്യ തയ്യാറല്ല, നിന്റെ സമീപത്ത് കിടക്കാൻ നിന്റെ ഭർത്താവ് തയ്യാറല്ല, നിന്റെ പ്രിയപ്പെട്ട മക്കൾ ദിവസം പോലും നിന്നെ സൂക്ഷിച്ചു വെക്കുന്നില്ല, നിന്റെ ഉപ്പാന്റെ അടുത്ത് വന്ന് കിടക്കുന്നില്ല, ഉപ്പാക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് അടക്കിയെങ്കിലോ, ഈ അടക്കിയിട്ട് ഞങ്ങളൊന്ന് സ്വസ്ഥമായി പിരിഞ്ഞു പോന്നെങ്കിലോ. ഇതോർ